നമുക്കിന്ന് സദ്യയിൽ കിട്ടുന്ന മസാലക്കറി അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു പീസ് വെളുത്തുള്ളി, ഒരു 6 മണി കുരുമുളക്, കുറച്ച് ജീരകം, ഒരു 6 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും ഒരുപാട് റെസിപ്പീസ് കണ്ടിട്ടുണ്ട്. അതിൽ അരപ്പ് വ്യത്യാസമാണ്. ചിലർ തേങ്ങ മാത്രമേ ഇടുന്നുള്ളൂ, ചിലർ തേങ്ങയും ഉള്ളിയും മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം ഒരു പാൻ എടുക്കുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലക്കറിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ അരപ്പാണ് നമ്മൾ നോക്കേണ്ടത്. പല രീതിയിലും പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാനും പല തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രിഫറായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു റെസിപ്പിയാണ്. ആദ്യമായിട്ടാണ് ചാനൽ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇത് അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഉള്ളി ഒരുപാട് ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്യായി വരേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനത് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾ ചേർത്ത് കൊടുക്കാം മുളക്, മഞ്ഞൾ, മല്ലി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവയാണ് ചേർത്തിരിക്കുന്നത്. പച്ചക്കറി വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സ്പൈസി നല്ല ടേസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് ഞാനത് അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പൊടികളൊന്ന് വറുത്തെടുക്കുക, അതായത് കരിഞ്ഞു പോകാതെ നോക്കുക. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള 1 പൊട്ടറ്റോ, 1 ക്യാരറ്റ്, 1 കപ്പ് ഗ്രീൻ പീസ്, അത് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവിച്ചതാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് അങ്ങോട്ട് നല്ല പ്രഷർ കൊടുത്ത് ഇളക്കി കഴിഞ്ഞ് ഇതിൽ പീസുകളെല്ലാം അതിൽ പൊട്ടറ്റോ ഇതെല്ലാം ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെല്ലെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വറ്റി വരണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരെ. വെള്ളത്തോടെ ഒരിക്കലും മസാലക്കറി നമ്മൾ കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിന് ഉപ്പും പൊടികളെല്ലാം കറക്റ്റാണോ നോക്കുക. ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്